ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ആലയത്തിലേക്ക് കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ തിരുഹിത പ്രകാരമാണല്ലോ ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ കൃപയാലാണ്. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയാൽ ഞങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണത്തെക്കുറിച്ച് ഭയം നിറഞ്ഞ ചിന്തയല്ല, മരണം എന്നേക്കുമായിട്ടുള്ളൊരു അവസാനമല്ല എന്ന് ചിന്തിപ്പാൻ, പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമായിട്ടതിനെ കാണുവാൻ, പ്രത്യാശയിലേക്കുള്ള ഒരു വാതിലായിട്ടതിനെ കാണുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല മരണഭീതിയും ഞങ്ങൾ നകറ്റി പ്രത്യാശയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെല്ലാവരും ഇവിടുന്ന് കാണുന്നതിനായി സ്തോത്രം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്നതിനായി സ്തോത്രം. അവർ ഉള്ളത്തെ ഉള്ളതുപോലെ തമ്പുരാൻ അറിയുന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ പകൽ അനുഗ്രഹത്തിൻ്റെ പകലാക്കി തീർക്കണമേ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ആലയം വിട്ടുപോകുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തൊട്ട് ബലപ്പെടുത്തണം കർത്താവേ. അങ്ങ് നിൻ്റെ മക്കളോട് സംസാരിക്കണമേ. അതവർക്ക് ഏറ്റവും പ്രയോജനമുള്ള, സമാധാനമുള്ള, പ്രത്യാശയുള്ളൊരു അനുഭവമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ എൻ്റെ ബാല്യവാക്കളും കേൾക്കുന്ന പ്രിയമക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് ഏറ്റവും പ്രസാദമുള്ളതായിരിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അധിപനായി, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി അവൻ മാറട്ടെ. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പ്രത്യാശ, സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുസ്യൂതം തുടരുന്ന ഒരു പ്രക്രിയയായി മാറട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പിൻപറ്റുന്ന ദൈവജനം സമാധാനം അനുഭവിക്കുന്നവരാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനം സമൃദ്ധമായ ജീവൻ്റെ അനുഭവമുള്ളവരാണ്. ഇവിടെ ഇരിക്കുന്ന ആരും നിസ്സാരന്മാരായ വ്യക്തികളല്ല. എല്ലാവരും ക്രിസ്തുവിന് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ പ്രത്യേകത അതാണ്. മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ. ഇന്നും ജീവിച്ചെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിൽ നിന്ന് പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ അനുയായികളാണ് നമ്മൾ. മരിച്ച നേതാവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ജീവിച്ച് പ്രവർത്തിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ഉള്ളത്തെ അറിയുന്ന, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ആ പ്രത്യാശയാൽ ദൈവം നിങ്ങളെല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഉയർപ്പ് ഞായറാഴ്ച ഇത്രയും പേര് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അവധിക്കാലത്ത് വന്നവരുണ്ട്, വിദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, മറ്റ് സഭകളിൽ നിന്ന് വന്നവരുണ്ട്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ടെക്സ്റ്റായിരിക്കുന്ന സുവിശേഷ വേദഭാഗത്തിൽ നിന്ന് ചുരുക്കമായി ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം മുതൽ തുടങ്ങുന്ന വേദഭാഗത്തിൽ നിന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം ആരംഭിക്കുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്ത നൽകിക്കൊണ്ടാണ്. വെള്ളിയാഴ്ച ദിവസം അവനെ കല്ലറയിൽ വെച്ചു അടക്കി. പിറ്റേന്നാൾ കല്ലറയ്ക്കൽ പോയി നോക്കിയ ശിഷ്യന്മാർ, ദൈവജനം, അവനെ കാണാതെ, അവൻ്റെ ശരീരം കാണാതെ മടങ്ങിപ്പോരുന്നൊരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതെല്ലാ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിൻ്റെ പുനരുത്ഥാനം.
ലൂക്കോസ് സുവിശേഷം മാത്രം ഒരു പ്രത്യേക സംഭവത്തെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 24-ാം അധ്യായത്തിന് 13-ാം വാക്യം മുതൽ. ഈ സംഭവം കർത്താവിനെ കല്ലറയിൽ കാണാനില്ല എന്നുള്ള വാർത്ത മെല്ലെ മെല്ലെ പടർന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതൊരു അസംഭാവ്യമായ കാര്യമാണ്. കാരണം ഒരാളെ കല്ലറയിൽ അടക്കം ചെയ്തു, എല്ലാവരും കണ്ടതാണ്. ആ കല്ലറ സീൽ ചെയ്തു, വലിയൊരു കല്ല് ഉരുട്ടി അതിൻ്റെ വാതിൽക്കൽ വെച്ചു. പക്ഷേ ഇവിടെ പോയി നോക്കിയവർ ഈ കല്ല് മാറിയിരിക്കുന്നു. കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയവർ, കർത്താവിൻ്റെ മൃതശരീരം കാണാമെന്ന് പ്രതീക്ഷിച്ച് തന്നവർ അതവിടെ കാണുന്നില്ല. പകരം അവിടെ 2 ദൂതന്മാരെ കാണുകയാണ്, വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ. മർക്കോസും മത്തായിയൊക്കെ പറയുന്നത്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്നാണ് പറയുന്നത്. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ. കല്ലറ മരിച്ചവർക്കുള്ള ഇടമാണ്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഇടമല്ല. അതുകൊണ്ട് ദൂതന്മാർ അങ്ങനെയാണ് കാണാൻ വന്നവരോട് പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാന, അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയും 7 നാഴിക ദൂരമുള്ള ഈ ക്രൂശീകരണം നടന്ന സ്ഥലത്തു നിന്നും 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ആ ഗ്രാമത്തിൽ നിന്ന് അവർ വന്നതാണ്. യെരുശലേമിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്നറിയാം. വലിയൊരു സംഭവം നടക്കുകയാണ്. സത്യവും നീതിയും ന്യായവും പ്രസംഗിച്ച് നടന്ന, രോഗികളെ സൗഖ്യമാക്കിയ, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്ത, മുടന്തരെ നടക്കുമാറാക്കിയ, ചെകിടർക്ക് കേൾവി കൊടുത്ത, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഒരത്ഭുത മനുഷ്യനെ, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്ത ഒരത്ഭുത മനുഷ്യനെ ഭരണാധികാരികൾ ക്രൂശിച്ചു കൊന്നു. ഇപ്പം ക്രൂശിമരണം അതിനു മുമ്പ് എത്രയോ പേരെ ക്രൂശിലേറ്റി കൊന്നിട്ടുണ്ട്. ഈ 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ നോക്കുമ്പോൾ ഒരു ക്രൂരതയുടെ ശിക്ഷകളാണ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. കുറ്റവാളികളെ ദീർഘനേരം പീഡിപ്പിച്ച് വേദന സഹിച്ച് മരണത്തിന് വിധേയപ്പെടുന്ന ഒരു രീതിയൊക്കെ അന്നുണ്ടായിരുന്നു. അതിലൊരു ക്രൂശീകരണമാണ് ക്രിസ്തുവിൻ്റേത്. അപ്പം ഈ ജനം ഈ അസാധാരണ മനുഷ്യനെ ഇങ്ങനെ ക്രൂശിച്ചു കൊന്നപ്പോൾ ജനം നിരാശിതരായി, ജനം അസ്വസ്ഥരായി. എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്നുള്ള ചിന്ത. അതുകൊണ്ട് ആ ദേശം, ആ പ്രദേശമൊക്കെ ഒരു ഭയസംഭ്രമജനിതമായൊരു അന്തരീക്ഷത്തിലായിരുന്നു. എല്ലാവരും ഭയന്നാണ് കഴിയുന്നത്. കാരണം ആ മനുഷ്യൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരെയും സ്നേഹിച്ചവനാണ്, പാപികളോട് ചേർന്ന് നടന്നവനാണ്, സമൂഹം മോശമെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിച്ചവനാണ്. അല്ലാതെ വേറെ തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ എന്തിനാണ് ക്രൂശിച്ചത്? അദ്ദേഹത്തെ എന്തിനാണ് കൊന്നുകളഞ്ഞത്? ഈ ചിന്ത അവിടെയുള്ള സാധാരണക്കാരുടെ ജനങ്ങളിലൊക്കെ ശക്തമായിരുന്നു. അതുകൊണ്ട് ഈ 2 പേര് ഈ സംഭവിച്ചതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ട് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് നടന്നു പോവുകയാണ്. അവരുടെ മനസ്സിലും ആകെ നിരാശയാണ്. അങ്ങനെ പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അപ്പോൾ ഈ 2 പേരിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവെന്ന് പറയുന്നുണ്ട്, മറ്റേ ആളുടെ പേര് പറയുന്നില്ല. ഒരുപക്ഷെ ഇവരൊരു സാധാരണ ആൾക്കാരായിരിക്കാം. പക്ഷേ അവരെ നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിൽ ഒരു അടിയുറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ശിഷ്യന്മാരാകാനായിട്ട് അവർ താല്പര്യപ്പെട്ടില്ല. കാരണം അന്ന് യേശു കർത്താവിനോട് കൂടെ നടക്കുന്നവരും യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരും ഒക്കെ പാപികളെന്നും ദോഷികളെന്നും തീവ്രവാദികളെന്നൊക്കെ മുദ്രകുത്തി ഭരണാധികാരികൾ അവരെ ഏത് സമയവും കുറ്റവാളികളാക്കാൻ നോക്കി നടന്നവരാണ്.
അതുകൊണ്ട് ആരും പരസ്യമായി ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനോ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് പറയാനോ ആരും ശ്രമിച്ചില്ല. എല്ലാവർക്കും പേടിയായിരുന്നു. എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ക്രിസ്തുവിനെ കുറിച്ച് ഒരു ആരാധനാ മനോഭാവം, അവനൊരു ശ്രേഷ്ഠനാണെന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആരും പരസ്യമായി അവനെ അനുധാവനം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചില്ല. അങ്ങനത്തെ രണ്ടുപേരായിരുന്നു ഇവരും. ഇവനൊരു അസാധാരണ മനുഷ്യൻ, ദൈവപുത്രൻ, ദൈവത്തിൽ നിന്ന് വന്നവൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവെന്നൊക്കെയുള്ള ഒരു ശക്തമായ ചിന്ത ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ സംസാരിച്ചും തർക്കിച്ചും, ഒരാൾ പറയുന്ന അവൻ ദൈവപുത്രനാണ്, ഒരാൾ പറയുന്നത് അങ്ങനല്ല, അവൻ ചില കഴിവുകളുള്ള ഒരു മനുഷ്യനാണ്, അസാധാരണ മനുഷ്യനാണ്. അങ്ങനെ അവർ തർക്കിച്ച് എന്തുകൊണ്ട് അവനെ ക്രൂശിച്ചു കൊന്നു, അവൻ ദൈവപുത്രനാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള തർക്ക വിഷയങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ പറഞ്ഞാണ് ഇവർ തർക്കിച്ച് നടക്കുന്നത്. അപ്പോൾ ഇവരുടെ വിശ്വാസം പതറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു അടിസ്ഥാനത്തിലാണ് ഇവർ പോകുന്നത്. കാരണം ഈ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷയിലൂടെ ക്രിസ്തു അനേകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് ഇവരുടെ മനസ്സിലും അങ്ങനെ ഒരു ഇടം ക്രിസ്തുവിനുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹൃദയത്തിലുള്ള ക്രിസ്തുവിൻ്റെ സ്ഥാനത്തിന് അല്പം ബലക്ഷയം സംഭവിച്ചോ എന്നൊരു ചിന്ത, ആ വിശ്വാസത്തിന് അല്പം ദുർബലമായോ എന്നൊരു ചിന്ത. അതുകൊണ്ട് അവരിങ്ങനെ തർക്കിച്ചും സംസാരിച്ചും നടന്നു പോകുമ്പോൾ യേശു താനും അവരോട് ചേർന്ന് നടന്നു. അവരോട് ചേർന്ന് നടന്നു എന്നാണ് പറയുന്നത്. ഈ ചേർന്ന് നടക്കുക എന്ന് പറയുന്നത് ഒരു ഇൻറ്റിമസിയുടെ ഭാഗം, ഒരു ഗാഢബന്ധത്തിൻ്റെ ഭാഗമാണ്. ആരൊക്കെ ക്രിസ്തുവിനെ യഥാർത്ഥമായി ഉള്ളത്തിൽ പൂർണ്ണതയോടെ ആരാധിച്ച് സ്നേഹിച്ച് പിൻപറ്റുന്നുവോ അവരുടെ ജീവിതയാത്രയിൽ ക്രിസ്തു ചേർന്ന് നടക്കുന്നവനാണ്. യേശു കർത്താവിൻ്റെ വലിയ പ്രത്യേകത അതാ പ്രിയമുള്ളവരെ. നിങ്ങളെല്ലാവരും ഈ ആരാധനയ്ക്ക് ഇന്നിവിടെ കൂടി വന്നേക്ക് യേശു കർത്താവിനോടുള്ള ബന്ധത്തിലാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. ആരും ക്ഷണിച്ചിട്ടല്ല വന്നത്. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമാണ്. ഈ ആലയവും ഈ ആരാധനയും എൻ്റെ ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമാണെന്ന് ഉറച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ ഇരിക്കുന്നത്. പക്ഷെ കർത്താവ് ചേർന്ന് നടക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ടോ ജീവിതയാത്രയിൽ? അവിടെയാണ് പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നത്. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ സ്നേഹമില്ലാതാകുമ്പോൾ, രോഗങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരുമ്പോൾ, അപ്രതീക്ഷിതമായ ആഘാതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തു ചേർന്ന് നടക്കുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടോ? ഈ രണ്ട് വ്യക്തികളുടെ വിശ്വാസം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ തർക്കിച്ചും സംസാരിച്ചും പോവുകയാണ്. ദൈവപുത്രനാണെന്ന് ഒരാൾ പറയുമ്പോൾ സംശയത്തോടുകൂടി മറ്റേയാൾ അങ്ങനെ അല്ല എന്ന് പറയുന്നു. ക്രിസ്തു അവരോട് ചേർന്ന് നടക്കുകയാണ്. ജീവിതയാത്രയിൽ നമ്മോട് ചേർന്ന് നടക്കുന്ന കർത്താവ്, നമ്മുടെ സംശയങ്ങളെ ദൂരീകരിക്കുന്ന കർത്താവ്, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന കർത്താവ്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ്, ദൈവമക്കളെ ജീവിതയാത്രയിൽ അവൻ നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ്. ഏറ്റവും അടുക്കലാണവൻ. അവൻ ദൂരം വിട്ട് നമ്മോട് കൂടെ നടക്കുന്നവനല്ല. നമ്മുടെ അടുക്കൽ അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവനെ അറിയാതെ വണ്ണം അവർ കണ്ണ് നിരോധിച്ചിരുന്നു. ഈ കൂടെ നടക്കുന്ന ആൾ ആരാണ് എന്നൊരു പക്ഷെ ഇവർക്ക് മനസ്സിലാക്കില്ല. കാരണം അത്ര നേരം അങ്ങോട്ട് വെളുത്തു വരുന്ന ഒരു സമയമാണ്, പുലർച്ചെയാണ്, അല്പം ഇരുട്ടുണ്ട്, വലിയ വെളിച്ചമില്ല. ആളെ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഒരു വ്യക്തി ഞങ്ങളോട് കൂടി ഉണ്ട് എന്ന് ഈ രണ്ടുപേർക്കറിയാം. അപ്പം ഈ മൂന്നാമത്തെ വ്യക്തി ചോദിക്കുകയാണ് അവരോട്, നിങ്ങൾ എന്താ ഇങ്ങനെ തർക്കിച്ച് സംസാരിച്ചു കൊണ്ട്, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ അവർ കാര്യങ്ങൾ പറയാം. നീ മാത്രം ഈ യെരുശലേമിൽ ഈ കാലത്ത് നടന്നതൊക്കെ അറിയാതിരിക്കുകയാണോ? ഇവിടെ ഒരു അത്ഭുത മനുഷ്യനുണ്ടായിരുന്നു. അവൻ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു. അവൻ ദൈവത്തിൻ്റെയും സകല ജനത്തിനും മുമ്പാകെ
പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. ഈ രണ്ട് വ്യക്തികളുടെ കർത്താവിനെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിനും സകല മനുഷ്യർക്കും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള മനുഷ്യനായ ക്രിസ്തു. അവൻ വെറുതെ വാക്ക് പറഞ്ഞല്ല, വെറുതെ പ്രവർത്തിച്ചതല്ല. ശക്തിയുള്ള പ്രവർത്തനം, ശക്തിയുള്ള വാക്കുകൾ, ഉറച്ച നിലപാട്, സത്യത്തിൽ അടിസ്ഥാനപ്പെട്ട ചില പ്രസ്താവനകൾ, ദൈവത്തിൽ നിന്ന് വന്നവനാണെന്ന് തെളിയിക്കുന്ന ചില അത്ഭുത പ്രവൃത്തികൾ, ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചവനാണ് ഇവനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലികളൊക്കെ ഉള്ളവനായിരുന്നവൻ. എന്നാൽ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണിമാരും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. അയ്യോ, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ഇവനൊരു വീണ്ടെടുപ്പുകാരനായിരിക്കാം, ഇവനൊരു വിമോചകനായിരിക്കാമെന്ന്. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ, ക്രൂശിച്ചു കൊന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ പ്രത്യാശയ്ക്കൊക്കെ അല്പം ഭംഗം വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പ്രത്യാശ, ഒരു ആശ്ചര്യം ഞങ്ങളുടെ മനസ്സിലുള്ളത്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാർ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങൾക്കൊരാശ്ചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പം ഇവൻ ആരാണെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി നോക്കി അവൻ്റെ ശരീരം അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഈ വാർത്ത ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളെ ഭ്രമിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അവനെക്കുറിച്ചുള്ളൊരു ആശങ്കയിലും സംശയത്തിലും ഒക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ കൂടെ വന്ന നീ ആരാണെന്ന് ചോദിപ്പാൻ അവർ തുനിഞ്ഞില്ല. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. രണ്ട് പ്രസ്താവനകളാണ്. സംശയം ദുർബലമാകുമ്പോൾ വിശ്വാസത്തെ ശോഷണത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകും. സംശയം ശക്തിപ്പെടുകയും വിശ്വാസം ദുർബലമാകുകയും ചെയ്യും. അതാണ് ഈ വ്യക്തികൾക്ക് സംഭവിച്ച കാര്യം. അതാണ് അവരുടെ സംശയം ബലപ്പെട്ടു, വിശ്വാസം ദുർബലമായി. അപ്പം അങ്ങനെയുള്ളവർ വിളിക്കുന്നതാണ് ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. നമ്മുടെ പലപ്പോഴും ഈ വിശ്വാസം നമുക്ക് ശോഷിച്ചു പോകാറുണ്ട്, വിശ്വാസം ദുർബലമാകാറുണ്ട്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ഈ ദൈവം എന്തിനു എന്നോട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഈ കഷ്ടപ്പാട് എനിക്ക് എന്തിനു തന്നു, ഇങ്ങനെയുള്ള ദുഃഖത്തിൻ്റെ വേദനകൾ എനിക്ക് എന്തിനു തന്നു, ഇതിന് എന്തെങ്കിലും ഒരു കാരണം, അടിസ്ഥാനപരമായ കാരണമുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ? ഇതൊക്കെ നമ്മുടെ സംശയങ്ങളാണ്. അവിടെ നമ്മുടെ വിശ്വാസം ദുർബലമാകുകയാണ്, ശോഷിച്ച വിശ്വാസം. അതുകൊണ്ട് ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനാണ് ക്രിസ്തു അവരോട് ചേർന്ന് നടന്നത്. അവരെ വിളിക്കുകയാണ് മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിക്കേണ്ടതാണ്, തിരുവെഴുത്തുകൾക്ക് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. നിങ്ങളെന്താ അതറിയാത്തത്, മനസ്സിലാക്കാത്തത് എന്നവരോട് ചോദിക്കാം. അങ്ങനെ ഈ കാര്യങ്ങളിൽ സങ്കീർത്തനത്തിലും മോശെ തുടങ്ങി പ്രവാചകന്മാരിലും സങ്കീർത്തന പുസ്തകങ്ങളുള്ളതെല്ലാം ക്രിസ്തുവിനെ സംബന്ധിച്ച സകല കാര്യങ്ങൾ ഇവരോട് വ്യക്തമായി ഈ മൂന്നാമൻ വിവരിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം വിവരിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പോകുന്ന ഭവനത്തോടടുക്കുകയാണ്. ഒരു ടേണിംഗ് പോയിന്റിൽ അവരെത്തി. അവിടെ എത്തിയപ്പോൾ അവർ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഈ രണ്ടുപേര് അവരുടെ വീട്ടിലേക്ക് തിരിയുന്ന ഒരു വഴിയുണ്ട്, അങ്ങോട്ട് തിരിയാനുള്ള ഭാവം കാണിച്ചു. ക്രിസ്തു അവിടെ നിൽക്കുകയാണ്. യേശു നേരെ പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർ പറയാണ്, അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു.
ഈ പലപ്പോഴും ഈ ചേർന്ന് നടക്കുകയും കൂടെ നടക്കുകയും ചെയ്യുന്ന ക്രിസ്തു നിന്റെ ഭവനത്തിലേക്ക് വരാൻ ചിലപ്പം അല്പം മടി കാണിച്ചേക്കാം. അതുകൊണ്ട് ഈ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ നേരെ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണെന്നുള്ള ഭാവത്തോടുകൂടി അല്പം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവർ നിർബന്ധിച്ചു, നീ ഈ രാത്രി ഞങ്ങളോടുകൂടെ പാർക്കണം, നേരം വൈകി അസ്തമിപ്പാറായല്ലോ, ഞങ്ങളോടുകൂടെ പാർക്കാൻ. കാരണം ഇവരൊന്ന് വഴി നടന്ന് ഭവനത്തിലേക്ക് എത്താനുള്ള സമയമായിരിക്കുകയാണ്. ഒരു സന്ധ്യാസമയത്ത് ക്രിസ്തുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് അന്തി ഉറങ്ങുവാൻ പാർക്കുവാൻ നിർബന്ധിക്കുന്ന രണ്ടുപേർ, ഞങ്ങളോട് കൂടെ പാർക്കുക, സ്റ്റേ വിത്ത് അസ്. നിർബന്ധിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു കൂടെ വരത്തുള്ളൂ. ഇത്രയും നേരം നിന്നോട് സംസാരിച്ചതും നിന്റെ സംശയങ്ങളെ ദൂരീകരിച്ചതും ആരാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയിട്ടും ഈ കൂടെ നടക്കുന്നയാൾ ആരാണെന്ന് അറിയാഞ്ഞിട്ടും, ക്രിസ്തുവാണെന്ന് അവർക്കറിയില്ല. പക്ഷേ ഒരസാധാരണ മനുഷ്യനാണ് ഞങ്ങളോട് കൂടി ഉള്ളതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പറയാണ്, നീ ഞങ്ങളോട് കൂടെ പാർക്കണം. ഈ വിശ്വാസത്തിൻ്റെ ശക്തീകരണം എന്ന് പറയുന്നതാണ്. ഈ ക്രിസ്തുവാണെന്ന് അറിഞ്ഞെങ്കിലേ വീട്ടിലേക്ക് ക്ഷണിക്കുകയുള്ളൂ എന്നുള്ള രീതിയല്ല. ചില സംശയങ്ങൾ ദൂരീകരിച്ച ഒരു അസാധാരണ വ്യക്തി ഞങ്ങളുടെ കൂടെയുണ്ട്, അവനെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ക്ഷണിക്കണം. ഈ യേശു കർത്താവിനെ എങ്ങനെയാണ് നമ്മൾ അറിയുന്ന? വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങൾക്ക് പലരിലൂടെ ചില പരിഹാരങ്ങൾ ദൈവം തമ്പുരാൻ നടത്തിയിട്ടുണ്ട്. ചില സഹായങ്ങൾ മറ്റുള്ളവരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആരെയെങ്കിലും നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നവരെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? സാൻമാർഗികതയുടെയും സദാചാരത്തിൻ്റെയും പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ചില പ്രവൃത്തിയിലൂടെ നമുക്ക് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തി തരുന്ന ആരെയെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അതാ ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. അതിഥി സൽക്കാരം മറക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർക്കേണ്ടത് ഇവിടെയാണ്. ഞങ്ങളുടെ ചില സംശയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ശ്രമിച്ച ഈ വ്യക്തി ഈ രാത്രി ഞങ്ങളോടുകൂടെ പാർക്കണം എന്നുള്ള തീരുമാനം. അങ്ങനെ അവരോടുകൂടെ പാർക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പോയി. ആ വീട്ടിലെത്തി അവർ ഭക്ഷണത്തിനിരുന്നു. അവൻ അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തു. ഒരു തിരുവത്താഴത്തിൻ്റെ അനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ ഭവനത്തിലെ ഭക്ഷിക്കാനുള്ള അപ്പം ആ മേശപ്പുറത്ത് ഊൺമേശയിൽ അവർ കണ്ടപ്പോൾ അവിടെ ക്രിസ്തു അവരോട് ചേർന്നിരുന്നു കൊണ്ട് അവർക്ക് ഈ അപ്പം എടുത്ത് നുറുക്കി വിളമ്പിക്കൊടുക്കുകയാണ്. ഈ തീന്മേശ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. തീന്മേശയിൽ ദൈവസാന്നിധ്യമുണ്ട്. ഭക്ഷണം കഴിപ്പാൻ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരു മേശയുടെ ചുറ്റും ഇരിക്കുകയാണ്. എന്താണ് ഊൺമേശയുടെ അടുക്കലുള്ള നമ്മുടെ സംസാരം? ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ സംസാരം ഊൺമേശയിൽ? പലപ്പോഴും ലോകകാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന, അല്ലെ പള്ളിയിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, അല്ലെ പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒക്കെ ഈ ഊണുമേശയിലായിരിക്കും. ഇന്നെന്താ അച്ഛൻ പ്രസംഗിച്ചത്? പോരായ്മകൾ എന്താണ്? അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുന്നത് എന്താണ്? ഇതൊക്കെ ഊൺമേശയിലെ സംസാരങ്ങളാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ കുറ്റമായിരിക്കാം, നന്മയായിരിക്കാം, പലതും നമ്മൾ ഊൺമേശയിൽ വെച്ച് സംസാരിക്കും. Christ is the head of this house, the unseen guest at every meal.
ദ സൈലന്റ് ലിസണർ ടു എവറി കോൺവെർസേഷൻ. അത് മറന്നു പോകരുത്. ഹി ഈസ് ദ അൺസീൻ ഗസ്റ്റ് ഇൻ അവർ ഹോം. അപ്പം നമ്മുടെ സംസാരമെല്ലാം ക്രിസ്തു കേൾക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് ഒന്നും സംസാരിപ്പിക്കാതെ ഭക്ഷണം എടുത്ത് അവർക്ക് നുറുക്കി കൊടുക്കുകയാണ്. അവൻ അവിടെ ഗസ്റ്റായിട്ട് മാറുകയാണ്. നമ്മുടെ ഭവനത്തിലെ അദൃശ്യനായ അതിഥിയാണ് ക്രിസ്തു. അദൃശ്യനായ അതിഥിയാണ്. ആ ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. ഭവനത്തിലും സംസാരവും ഊൺമേശയിലെ സംസാരവും എല്ലാം ഇൻഫോർമലാണ്. നോ ഫോർമാലിറ്റി. എല്ലാം അനൗപചാരികതയാണ് ഇവിടെ. ഭാര്യ ഭർത്തൃ സംസാരവും മക്കളും അപ്പനും അമ്മയും തമ്മിലുള്ള സംസാരവും സഹോദരങ്ങൾ തമ്മിലുള്ള സംസാരവും എല്ലാം അനൗപചാരികമാണ്. നോ ഫോർമാലിറ്റി. എല്ലാം ഇൻഫോർമലാണ്. പക്ഷേ വാക്കുകൾ എന്താണെന്ന് ഓർക്കണം. അങ്ങനെ ഊൺമേശയിലെ സംഭവം ഒരു തിരുവത്താഴത്തിൻ്റെ അനുഭവം, ഒരു അപ്പം നുറുക്കലിൻ്റെ അനുഭവം, ഒരു പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞപ്പോൾ ഉടനെ അവരുടെ കണ്ണു തുറന്നു. സഡൻലി ഓപ്പൺ ദെയർ ഐസ്. മറ്റുള്ളത്തെ നമ്മൾ ആദ്യം കാണിച്ച അവനെ അറിയാതെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വന്നപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. നമ്മളവിടെ കാണുന്ന ഉടനെ അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഹി ഡിസപ്പിയർഡ് ഫ്രം ദർ. അവൻ അവർക്ക് അപ്രത്യക്ഷനായി മാറി. നീ ക്രിസ്തുവിനെ അറിയുന്നത് അവൻ്റെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, അവൻ്റെ സാമീപ്യത്തിലൂടെ, അവൻ്റെ സാന്നിധ്യത്തിലൂടെ ഒക്കെയാണ്. പക്ഷെ യഥാർത്ഥമായി ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അവൻ അവിടെ നിൽക്കില്ല. അവൻ അപ്രത്യക്ഷനായി. അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തിൻ്റെ ശക്തീകരണം കൊടുത്തിട്ട് ക്രിസ്തു അവിടുന്ന് പോവുകയാണ്. അവരുടെ ദുർബലമായ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയിട്ട് ക്രിസ്തു അവിടുന്ന് മാറുകയാണ്. ക്രിസ്തു സാന്നിധ്യം അത്രയേ നമുക്ക് കിട്ടൂ. പ്രശ്നങ്ങൾ പരിഹരിച്ചു, സംശയത്തെ ദൂരീകരിച്ചു, വിശ്വാസത്തെ ബലപ്പെടുത്തി. പിന്നെ ക്രിസ്തു സാന്നിധ്യമില്ല. പിന്നെ നീ ഒറ്റയ്ക്ക് നിന്റെ വിശ്വാസത്തെ, ബലപ്പെട്ട വിശ്വാസത്തെ വളർത്തിക്കൊണ്ടു പോകേണ്ടത് നിന്റെ കടമയാണ്. നമ്മളവിടെ കാണുന്നത് ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് പോയി. അവിടെ ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങാമെന്നല്ല അവർ വിചാരിച്ചത്. ഇനി ഇത്രയും നേരം ഈ 7 നാഴിക ദൂരം നടന്നു ക്ഷീണിച്ചു വന്നവരാ. പക്ഷേ ക്രിസ്തു ഞങ്ങളുടെ അപ്രത്യക്ഷനുമായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം. നോ, അങ്ങനെയല്ല അവർ ചിന്തിച്ച്. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. എ റിട്ടേൺ ടു ജെറുസലേം. ഈ ജീവിതയാത്രയിൽ ചില റിട്ടേൺസ് ഉണ്ട്, മടങ്ങിപ്പോക്കുണ്ട്. എങ്ങോട്ടായി മടങ്ങിപ്പോക്ക്? എവിടുന്നാണ് തുടങ്ങിയത് അങ്ങോട്ടുള്ള മടങ്ങിപ്പോക്ക് വേണം. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമാണ്. ചില ശിഥിലീകരിക്കപ്പെട്ട ബന്ധങ്ങൾ നേരെയാകാൻ ജീവിതത്തിൽ ഒരു റിട്ടേൺ, ഗോ ബാക്ക്, അതാവശ്യമാണ്. ഈ മടങ്ങിപ്പോക്കില്ലാത്ത ജീവിതങ്ങള് വിജയിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. മടങ്ങിപ്പോക്കില്ലാത്ത ജീവിതങ്ങള് ഒരുപക്ഷെ അവരുടെ വിശ്വാസം ദുർബലമായി പോയേക്കാം. എപ്പോൾ മനസ്സിലായോ അപ്പോൾ പൊക്കോണം. എപ്പോൾ തിരിച്ചറിവുണ്ടായോ ആ തിരിച്ചറിവ് മറ്റുള്ളവരെ അറിയിക്കാനുള്ള വ്യഗ്രത മനസ്സിലുണ്ടാകും. മടങ്ങിപ്പോക്ക് സാധ്യമാകുന്ന അവിടെ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് മടങ്ങി വരവ് സാധ്യമാകുന്നത്. എല്ലാ കുറവുകളും കുറ്റങ്ങളും
എപ്പോഴാണ് ക്ഷമിക്കപ്പെടുന്നത്? നമ്മളോട് ഏറ്റവും വലിയ പാതകം ചെയ്തവനോട് എപ്പോഴാണ് ക്ഷമിക്കുന്നത്? തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്ന ഒരു മടങ്ങിപ്പോക്കാണ്. ചിലതൊക്കെ കണ്ടെത്താനുള്ള ഒരു മടങ്ങിപ്പോക്ക്, ചിലതൊക്കെ അറിയിക്കാനുള്ള മടങ്ങിപ്പോക്ക്, അത് ജീവിതത്തിൽ ഉണ്ടാകണം. മടങ്ങിപ്പോകില്ല എന്നുള്ള പിടിവാശി ഒരിക്കലും പാടില്ല. നീ എവിടെ നിന്ന് വന്നോ അങ്ങോട്ടേക്കൊരു റിട്ടേൺ നിനക്ക് ആവശ്യമാണ് നിന്റെ ജീവിതത്തിൻ്റെ വിജയത്തിന്. അങ്ങനെ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കിയിൽ തങ്ങൾക്കറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. They explain what happened in their life. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർ വിവരിച്ച് പറഞ്ഞു. ദൈവജനമേ, യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്തത് വിവരിച്ച് പറയാനുള്ള മനസ്സ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നെ ദൈവം ഇതുവരെ നടത്തി, എന്നെ കരുതി, എൻ്റെ രോഗങ്ങളിൽ സൗഖ്യദായകനായി, എൻ്റെ പ്രശ്നങ്ങളിൽ പരിഹാരകനായി, എൻ്റെ സംശയങ്ങളെ ദൂരീകരിച്ചവനായി, എൻ്റെ ദുർബലമായ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയവനായ ഒരു കർത്താവ് എനിക്കുണ്ട് എന്ന് വിവരിച്ചു പറയാൻ ഈ സംശയാലുക്കളോടൊന്ന് വിവരിച്ചു പറയാൻ നമ്മളെയല്ലേ ദൈവമാക്കിയിരിക്കുന്നത്? നമ്മളെയല്ലേ ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്? എന്താണ് ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തത്? എന്താണ് ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ചത്? 50, 60, 70, 80 വയസ്സൊക്കെയും വരെയും കാത്തു പരിപാലിച്ച ഒരു ദൈവസ്നേഹം, കരങ്ങളിൽ വഹിച്ച ഒരു ദൈവസ്നേഹം, നീ ഒറ്റപ്പെട്ടു പോയ ജീവിത സാഹചര്യങ്ങളിൽ ഇനി ഒരു രക്ഷയുമില്ല എന്ന് ചിന്തിച്ച സമയത്ത് നിന്നെ മാറോടണച്ച ഒരു ദൈവസ്നേഹം, പ്രതികാരത്തിനു വേണ്ടി പലപ്പോഴും മനസ്സ് വെമ്പിപ്പോയ സാഹചര്യങ്ങൾ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ചെയ്തേ മതിയാകൂ, പക വീട്ടാനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ചില സ്റ്റെപ്പുകൾ വെച്ച ആ സമയം, നോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പിന്നിലേക്ക് വലിച്ച ഒരു ദൈവശക്തി, പാപത്തിൽ വീഴാതിരിപ്പാൻ നിന്നെ കാത്തു സൂക്ഷിച്ച ദൈവശക്തി, തെറ്റ് ചെയ്യാതിരിപ്പാൻ നിന്നെ സൂക്ഷിച്ച ദൈവശക്തി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അങ്ങനെയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അങ്ങനെയാണ്. കൂടെ നടക്കുന്നവൻ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ, രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ, പ്രതിസന്ധികൾ അകറ്റുന്നവൻ, നീ അസാധ്യമെന്ന് കാണുന്ന കാര്യങ്ങളെ സാധ്യമാക്കി തരുന്നവൻ. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണാൻ സാധിക്കും. ദൈവജനമേ, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണാം. വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും, ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ നീങ്ങിപ്പോകും. അതുകൊണ്ട് ഈ ഉയർപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാകട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ള ചിന്തിപ്പാൻ. അത് സ്നേഹത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ ഒക്കെ അനുഭവമാണ്. അത് ചിന്തിപ്പാൻ നമുക്ക് സാധിക്കും. ഈസ്റ്റർ ദിനത്തിൽ ദൈവം തമ്പുരാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും പ്രത്യാശ നിറഞ്ഞ ഈസ്റ്റർ ഞാൻ ആശംസിക്കുന്നു. നമുക്ക് തലകളെ വണക്കാം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പരിഹരിക്കുന്നവനാണ് നുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർത്താവേ, അങ്ങിന്നും ജീവിക്കുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ്. യോബ് പറഞ്ഞതുപോലെ ഞാൻ ദേഹസഹിതനായി ഒരു നാൾ അവനെ കാണും. ഞാൻ ദേഹസഹിതനായി ഒരു നാൾ അവനെ കാണും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമാത അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന ഈ വചനം നിവർത്തിയാകും. കർത്താവേ, ഞങ്ങളുടെ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമാകുന്ന ഒരു സമയം, ഞങ്ങളുടെ ഈ മർത്യമായ ശരീരം അമർത്യമാകുന്ന ഒരു ശരീരം, യോബിനെ പോലെ പറയുവാൻ ഞാൻ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും. ഒരു നാൾ ഞാൻ അവനെ കാണും. ഒരു മുഖാമുഖമുണ്ട്.
എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിപ്പാൻ നാഥ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യാശയുടെ ആലയം വിട്ട് കടന്നു പോകട്ടെ. സാന്നിധ്യബോധത്താൽ നിറയ്ക്കണം. മഹത്വമെല്ലാം അംഗീകരിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.